ഹലോ. നമസ്തേ സന്തോഷി. നമസ്തേ നമസ്തേ നമസ്തേ. സന്തോഷി, നമ്മളെ ഈ ഇപ്പൊ ആനുകാലികമായിട്ടേ ആ ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ടുകൊണ്ട് കയറണം, ഷർട്ടിട്ടുകൊണ്ട് കയറണം എന്നുള്ള ആ ഒരു വിഷയങ്ങൾ ഇപ്പോ സാധാരണ ഭക്തരിൽ ഉം, വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു. ഉം, ഉം. അത് ഈ ഔന്നത്യങ്ങളിലിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധിക്കുന്നു. അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നു, സ്വാമിമാരും മറ്റാചാര്യന്മാരും ഒക്കെ. അപ്പൊ ഈ സാധാരണക്കാർ എന്താ ചെയ്യണ്ടേ? ഉടുപ്പിട്ടോണ്ട് ഷർട്ട് കയറണോ? ഉടുപ്പിട്ടോണ്ട് കയറിയാൽ അവർ ഇതുവരെ വന്ന് ആചരിച്ചതെല്ലാം വിഷമത്തിലാവും. ഉടുപ്പിടാതെ കയറിയ ആചാര്യന്മാരും പറഞ്ഞു ഉടുപ്പിട്ടോണ്ട് കയറണം. ഇത് ചിരിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. അതായത് ഇത്രയും നാളും ആചരിച്ചുകൊണ്ടിരുന്നത് തെറ്റാണ്, ഇപ്പോഴത്തതാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. 40 വയസ്സ് വരെ ഒരു നാളില് പൂജ കഴിച്ചു, ഗണപതി ഹോമം കഴിച്ചു, എല്ലാം പക്കപ്പറന്നാൾ ഊറും പൂജയും കാര്യങ്ങളും എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന വലിയ തെറ്റില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാള് ഏതോ ജ്യോത്സ്യനെ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ നാള് ഇതല്ല. നാള് മാറിപ്പോയി. നാള് മാറിയപ്പോൾ അങ്ങക്ക് അതിന്റെ ദോഷം കൂടി തീരാനായിട്ട് ആ പേരിന്റെ കൂടെ ഒരു ചെറിയൊരു വാലും കൂടി വെച്ചു കൊടുത്തു. അപ്പോ പിന്നീട് പുള്ളി ആ പ്രായശ്ചിത്തകർമ്മം ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. ഗണിച്ചു നോക്കിയപ്പോ നാള് മാറിപ്പോയില്ലേ? ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുമല്ല. കാര്യങ്ങൾ മുഴുവൻ വഴിപാടുകളും മറ്റാർക്കോ വേണ്ടിയാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നതെന്ന് ആ ജ്യോത്സ്യൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം അബദ്ധത്തിലായി. ഇത്രയും നാള് ഷർട്ട് ഊരി ചെയ്തത് തെറ്റായി പോയിന്ന് ഇപ്പൊ ജനങ്ങള് ഷർട്ട് ഊരി തൊഴുതാൽ അത് വലിയ ദോഷമാണ് എന്നുള്ളൊരവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇതിന്റെ രസകരമായിട്ടുള്ള ചില വസ്തുതകളാണ് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടേ. ഇത്രയും നാളും ആചരിച്ചിരുന്നല്ല ഇനിയുള്ളത്. ൂരിക്കൊണ്ടല്ലാതെ ഷർട്ടിട്ടോണ്ട് അമ്പലത്തിൽ കയറാൻ ഇവിടുത്തെ ചെറുപ്പക്കാര് വിസമ്മതിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് എല്ലാവരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഷർട്ട് ഊരേണ്ടത് കൊണ്ട് അമ്പലത്തിൽ കയറുന്നില്ല എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരെയും. തന്നെയുമല്ല, ഷർട്ട് ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഷർട്ട് ഊരിക്കൊണ്ട് കയറണം, തൊട്ടപ്പുറത്ത് പള്ളിയൊക്കെ തുറന്നു വെച്ചിട്ട് ഊരാതെ കയറാം. അപ്പൊ ആ ചെറുപ്പക്കാർ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ട് പോകുന്നു. അതുകൊണ്ട് അവരെ അങ്ങനെ ആകർഷിപ്പിക്കരുത്. മറ്റുള്ള ആളുകളെ മറസരകളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് കയറ്റുക വേണ്ടേ, നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള തരത്തിൽ ഉള്ള ഭാഷ്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ ഇതിനൊരു മാനസിക സംഘർഷം സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു ഉത്തരം തന്നെ നന്നായിരുന്നു. ക്ഷേത്രത്തിലെ ആള് കൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ ഇത്? അങ്ങനെയാണ് ഇപ്പം ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ പുലയും വാലായ്മയും കൂടി എടുത്തു കളയണം, ശുദ്ധി. അല്ല അങ്ങനെ പലതും എടുത്ത് മാറ്റേണ്ടി വരും. ഇപ്പൊ ഒരാള് മരിച്ചു കഴിഞ്ഞ 16 ദിവസം ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ അത് ആ പുലാചരണം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോവാം. അതുകൊണ്ട് ഈ ഷർട്ട് പണ്ട് മുതല് മേൽവസ്ത്രം ഇല്ലാതെ പുരുഷന്മാര് ചേർന്നതിന്റെ ഒരു മേളക്കാരുടെ ഒക്കെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു അവസ്ഥ. അവരെന്തായിരിക്കും അവരുടെ നിലപാട്? അല്ല, മേൽക്കാരും ആരാരും ഒക്കെ ഉണ്ടല്ലോ, നിർബന്ധികളും എല്ലാം ഉണ്ടല്ലോ. എല്ലാവരും ഇനി ഷർട്ടാണോ ഇടുക? അല്ലെങ്കിൽ തിരുമേനി പൂണൂല് കാണിക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് ഊരി എന്നുള്ള പരാതി വരുമ്പോ പൂണൂല് വീണ്ടും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വടക്കേന്ത്യയിലോട്ടൊക്കെ തമിഴ്നാട് പോലെ വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ശ്രീകോവിലിനകത്ത് ആളുകൾക്ക് കയറി പൂജിക്കാം. അതെ, അവിടുത്തെ ഇവിടെ കാണാമല്ലോ. സന്തോഷി, നമ്മളൊക്കെ ചെറുപ്പം മുതലേ അമ്പലത്തിൽ പോയി ശീലിച്ച് ഉള്ള ആളുകളാ. അപ്പോ ഇപ്പോ ഈ ഷർട്ട് നമ്മള് മേൽവസ്ത്രം ഇല്ല, ഷർട്ട് ഇടാതെയാണ്. തോർത്ത് പോലും ഉണ്ടെങ്കിൽ നേരിയത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്ത് തോളിൽ നിന്ന് മാറ്റി കയ്യേലോട്ടാക്കിയിട്ടാണ് നമ്മൾ കേൾക്കൊണ്ടിരുന്നത്. അതോടുകൂടി ഭവ്യതയോടുകൂടിയാണ് ഭഗവാന്റെ മുമ്പിൽ ശ്രീകോവിലിന് മുമ്പിൽ ചെല്ലാറ്. ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മൊത്തം ചർച്ചയായിരിക്കുന്നത് വടക്കേന്ത്യയിലൊക്കെ ഷർട്ട് ഇട്ടോണ്ട് കയറാം, ഹിമാലയത്തിൽ വരെ കയറാം, കാശി കയറാം, അയോധ്യ കയറാം, പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ കയറാൻ പറ്റുന്നില്ല? അപ്പൊ എന്താണ് കേരളത്തിലെ ഈ ആചാരമായിട്ട് വല്ല ബന്ധപ്പെട്ട് വല്ല വിഷയങ്ങളും ഉണ്ടോ? എന്താണ് അതിന്റെ കാര്യം? സൗത്ത് ഇന്ത്യയിലേക്ക് ഷർട്ട് ഊരി തൊഴുന്ന ഒരു സമ്പ്രദായം വരുന്നത് കൂടുതൽ അല്ലേ? അതെ. നമ്മൾ ജീവിക്കുന്നത് മോഹൻജി അറിയേണ്ടത്
ഇവിടുത്തെ ജനങ്ങൾ അറിയേണ്ടത്, ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടത്, കാറ്റിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ടാണ് നമ്മളുടെ ആചരണ രീതി. അതായത് നമ്മള് ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രാരാധന, ക്ഷേത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശൈത്യം അതിശൈത്യമുള്ള ഏരിയകളില് ആ ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് ആരോഗ്യത്തെ ഹനിക്കുന്നതാവാം. അതുകൊണ്ടാണ് ഷർട്ട് ഇട്ടുകൊണ്ട് കമ്പിളി ഇട്ടുകൊണ്ട് ഒക്കെ കയറേണ്ട രീതിയിൽ ഓരോ ക്ഷേത്രത്തിന്റെയും ആചാരങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ശബരി പീഠത്തിലെ മഞ്ഞിന്റെ, ഈ വൃശ്ചികം കഴിഞ്ഞിട്ടുള്ള മഞ്ഞിന്റെ സമയത്ത് ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ ചെല്ലേണ്ടത്. അത് കേരളത്തിലായതുകൊണ്ടല്ല, എവിടെയാണ് കാലാവസ്ഥയ്ക്കും കാറ്റിനും ഒക്കെ അനുസരിച്ചിട്ടാണ്, ഋതുഭേദങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ആചരണ രീതി. നമ്മളൊരു മരുഭൂമിയിൽ കൂടി നടന്നാൽ നമ്മൾ മുക്കാൽ മുണ്ടാണ് ഉടുക്കേണ്ടത്. ഞാനൊരു കാര്യം കൂടി പറയാം. മണൽക്കാറ്റടിക്കുന്നിടത്താണെങ്കിൽ നമ്മൾ കാത് മൂടുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത്. നല്ല ശക്തമായി മണലാരണ്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മേൽമീശ വെക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ശ്വാസനാളത്തിലേക്ക് മണൽത്തരികൾ കയറുവാൻ സാധ്യതയുണ്ട്. മേൽമീശ വെച്ച് കഴിഞ്ഞാൽ വായുവിലേക്കും ഈ മണൽത്തരികൾ പോകാം, നമ്മുടെ ശ്വാസനാളത്തിലേക്കും പോകാം. അപ്പം മേൽമീശയുടെ ആവശ്യമില്ല. കാറ്റിന്റെയും കാലാവസ്ഥയുടെയും ഒക്കെ അനുസരിച്ചിട്ടാണ് ആചരണ രീതികൾ. കേരളത്തിലെ തന്നെ ക്ഷേത്രമാണല്ലോ, കേരളത്തിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല. അവിടെ ഷർട്ടിട്ടുകൊണ്ട് കയറുന്നത് ശൈത്യത്തെ തണ്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ സന്തോഷിയുടെ ഉത്തരത്തില് ഈ കാലാവസ്ഥ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ വ്യതിയാനം അനുസരിച്ചാണ് വസ്ത്രധാരണം എന്ന് പറയുന്ന പോലെ തോന്നുന്നു. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഉടുപ്പിട്ടുകൊണ്ട് കയറാം. ആദ്യം ഉടുപ്പിടാതിരുന്ന കേരളത്തിലെ കാലാവസ്ഥ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കാലാവസ്ഥ, കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ കാലാവസ്ഥയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലാവസ്ഥയുള്ളതാണ് ഈ ഭാർഗവ നിലയം എന്ന് പറയുന്ന ഈ ക്ഷേത്രഭൂമി. ഇവിടെ ശീതോഷ്ണ സന്തുലിതമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് ഭൂമിയുടെ മടിത്തട്ട് പോലെ, ശരിക്കും ഭാരതാംബയുടെ മടിത്തട്ട് എന്ന് പറയുന്നത്. ഇവിടെ അത്രയും അതിശൈത്യത്തിന്റെയോ അത്യുഷ്ണത്തിന്റെയോ ഒരു പ്രശ്നം ഇവിടെ ഇല്ലാത്ത നല്ല സുന്ദരമായിട്ടുള്ള ഒരു കാലാവസ്ഥ. ഒരു അമ്മയുടെ മടിയിലിരിക്കുന്നത് പോലെ സുരക്ഷിതമായിട്ടുള്ള കാലാവസ്ഥയുള്ള ഭൂമി. അതാണ് ഈ ഭാർഗവരാമൻ ചിട്ടപ്പെടുത്തിയ ഈ കേരളം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ക്ഷേത്രഭൂമിയാക്കി അദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാരണം. അത്രയും സുന്ദരമായിട്ടുള്ള കാലാവസ്ഥയുള്ളിടത്ത് നമ്മള് അവിടെ ഒരു തമാശ പോലെ തോന്നുന്നു. കാരണം ഇവിടെ ക്ഷേത്രത്തിൽ അപ്പം ശാസ്ത്രീയമായ അടിത്തറയൊന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിലുമായിട്ട് ശാസ്ത്രീയ അടിത്തറ വ്യത്യാസങ്ങളൊന്നും ഇല്ലേ? ഉണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മുടെ ക്ഷേത്രങ്ങൾ താന്ത്രിക വിധി പ്രകാരമാണ്, ഗർഭഗൃഹങ്ങളാണ്, ഇങ്ങനെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ ഉണ്ട്. അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതിന്റെ ഒന്നും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ആചാര്യന്മാര് പറയുന്നതെല്ലാം ഇന്ന് പറയുന്നു, നാളെ വേറൊന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞതല്ല ഒരു വർഷം മുമ്പുള്ള ഇവരുടെ സംഭാഷണങ്ങളിലുള്ളത്. അതിന് 2 വർഷം മുമ്പുള്ള സംഭാഷണങ്ങളിൽ വേറെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സനാതന ധർമ്മം സനാതനമായി തന്നെ തുടരും. ആചാര്യന്മാർ വരും, ഭരണം മാറും, ഭരണഘടന മാറും, രാജ്യത്തിന്റെ സ്വഭാവം മാറും, ഇതെല്ലാം. ക്ഷത്രം മാറും, പക്ഷെ ക്ഷേത്രം മാറില്ല. രാഷ്ട്രം മാറും, രാഷ്ട്രത്തിന്റെ നാമവും മാറും, പക്ഷെ ക്ഷേത്രം മാറില്ല. അതായത് നമ്മളുടെ ശരീരത്തിൽ ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രിഗുണ വൈഭവം ഉള്ളിടത്തോളം കാലം ഈ ക്ഷേത്രം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതായത് മോഹൻജിക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിലെ പുരുഷന്മാര് ഷർട്ട് ധരിക്കാതെ കയറുന്നത്, അല്ലെങ്കിൽ ഹൃദയസ്ഥാനം കാണിച്ചുകൊണ്ട് തൊഴുന്നതെന്നല്ലേ അറിയേണ്ടത്. അതെ സന്തോഷി, അക്കാര്യത്തിലേ അത് തന്നെയാണ്, ആ ചോദ്യം തന്നെയാണുള്ളത്. പക്ഷെ ഒന്നുകൂടെ ഞാൻ അങ്ങയോടൊന്ന് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതില് നമ്മൾ തമാശയായിട്ടോ കാര്യമായിട്ടോ ഒക്കെ പറയുന്നു, വളരെ ഗൗരവമുള്ള വിഷയം. ഒരു ക്ഷേത്രത്തിലെ ദേവന്റെ ചൈതന്യം ഷർട്ട് കിടന്നാൽ, ഒരു തുണിയുടെ മറവ് കിടന്നാൽ ചൈതന്യം ഹൃദയത്തിലേക്ക് വമിക്കാതിരിക്കുവോ? അങ്ങനെയുള്ള അത്രയുള്ള ദൈവത്തിന്റെ ശക്തി എന്നൊക്കെ ആചാര്യന്മാര് ചോദിക്കുമ്പോ അത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടി വരുന്നു. എന്ത് ഗൗരവം? ഇത് ഒരൊറ്റ ചോദ്യത്തിൽ ഈ ഗൗരവം പോകില്ലേ? ഇന്ന ക്ഷേത്രങ്ങളില് പൂജ നടത്തുന്ന തിരുമേനിയുടെ അല്ലെങ്കിൽ തന്ത്രിയുടെ തോളില് പാശമില്ലെങ്കിൽ, പൂണൂലില്ലെങ്കിൽ, പഞ്ചപടമില്ലെങ്കിൽ ആചാരലംഘനമാണോ അല്ലയോ? ഒരു പൂണൂലിൽ എന്ത് കാര്യം ഇരിക്കുന്നു എന്ന് ഇവര് ചോദിക്കോ?
അല്ല ഇത് ഇങ്ങനെയുണ്ടെങ്കിൽ ഈ നമ്മുടെ ആത്മീയ കർമ്മങ്ങൾക്കെല്ലാം പൂണൂല് ഉപേക്ഷിക്കണം. ജാതി വ്യവസ്ഥയുടെ പ്രതീകമാണെങ്കിൽ പൂണൂല് ഉപേക്ഷിക്കണം. രസകരമായ വസ്തുത യാതൊരു അടിസ്ഥാന സാമാന്യം ഒരു കൊച്ചുകുട്ടിക്ക് പോലും ചിന്തിച്ചാൽ ഈ സ്ഥലകാല ഭ്രമം വന്ന പോലെയാണ് ആചാര്യന്മാർക്ക് ഇപ്പോൾ. ഋഷീശ്വരന്മാർക്ക് തുല്യമായിട്ടാണ് ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരെ ഇവിടുത്തെ ഭക്തജനങ്ങൾ കാണുന്നത്. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ സന്തോഷ് ഇപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്? സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഭാരതത്തിന്റെ ശാസ്ത്രപ്രകാരം അവസാനത്തെ പാദത്തിൽ നമ്മളെല്ലാ മനുഷ്യരും അനുഷ്ഠിക്കേണ്ട ഒരു രീതിയാണ് ഈ സന്യാസം. നമ്മളെല്ലാവരും സന്യാസിയായിട്ടാണ് മരിക്കേണ്ടത്. ആയുസ്സുണ്ടെങ്കിൽ സന്യാസിമാരെ എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്. അവരുടെ അറിവുകൾക്കായിട്ട് കാതോർക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്കല്ല ജനം കാതോർക്കുന്നത്, അറിവിന് വേണ്ടിയിട്ടാണ്. അഭിപ്രായങ്ങൾ മതമാണ്, മതങ്ങളാണ് അഭിപ്രായങ്ങൾ. ആ അഭിപ്രായങ്ങളല്ല, മതങ്ങളെ സൃഷ്ടിക്കലല്ല, ശാസ്ത്രം എന്താണെന്ന് പറയാനുള്ള ബാധ്യത ഇവിടെയുള്ളവർക്കുണ്ട്. ഓരോ ദേവസങ്കല്പങ്ങളും എന്താണെന്ന് വ്യക്തമായിട്ട് ഈ ആധുനിക കാലത്ത് പോലും ഈ ആചാര്യന്മാർക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവര് എന്താണ് ഇവര് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നതാണ് ശിവൻ, ഇന്ന രീതിയിലാണ് ആ ശിവനെ പ്രദക്ഷിണം ചെയ്യേണ്ടത്, അതിന്റെ ശാസ്ത്രീയത ഇന്നതാണ്, എന്റെ അഭിപ്രായമല്ല, ശാസ്ത്രം ഇതാണ് പറയുന്നുണ്ടോ ആരെങ്കിലും? അല്ല സന്തോഷി, ഇപ്പം ഞാനും ചോദിച്ചിട്ട് എനിക്കും സന്തോഷി ഉത്തരം തന്നില്ല. വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഗർഭഗ്രഹമായിരിക്കുന്ന ശ്രീകോവിലിൽ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നത് എന്താണ് ഗർഭഗ്രഹം എന്ന് ഇവര് പറയുന്നുണ്ടോ? എന്താണ് ഗർഭഗ്രഹം എന്ന് പറയുന്നത്? എന്താണ് ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നത്? സന്തോഷി, എനിക്ക് വളരെ വളരെ ഇതായിട്ട് തോന്നുന്നു എന്നാന്നറിയോ, ഒരു സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരായിക്കോട്ടെ, പ്രായം ചെന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഇവർ അമ്പലത്തിൽ പോകുമ്പോൾ ഗർഭഗൃഹമാണോ അവിടെ മറ്റു കാര്യങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളോ ശാസ്ത്രീയതയോ ഒന്നും മനസ്സിലാക്കണ്ട. അവന് മനസ്സിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിന് സന്തോഷത്തിന് വേണ്ടിയിട്ട്, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട്, അവന്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടമാണ്. ആ ഇടത്ത് ചെല്ലുമ്പോ ഇത് തന്നെയാണ് നമ്മളുടെ ആചാര്യന്മാർ തെറ്റിച്ച് പറഞ്ഞ് എല്ലാരെയും പഠിപ്പിച്ചിരിക്കുന്ന വസ്തുത. പ്രാർത്ഥിക്കാൻ പോകേണ്ട ഇടമല്ല ക്ഷേത്രം, നമ്മുടെ ദുഃഖം പറഞ്ഞ് കരയേണ്ട ഇടമല്ല ക്ഷേത്രം. നിങ്ങൾ നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും ബന്ധുക്കളോടും നിങ്ങളുടെ ദുഃഖങ്ങളെ ഷെയർ ചെയ്യൂ. നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അമ്പലത്തിന്റെ പടിക്കൽ വന്ന് തലതല്ലി കരഞ്ഞുകൊണ്ടല്ല. നമ്മളുടെ ഉറ്റവരും ഉടയവരും ഉണ്ടെങ്കിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മളെ പരിഹസിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അവർക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതായിരിക്കും ഉത്തമം. നമ്മളുടെ ആവലാതികളും പറയേണ്ട ഇടമോ, നമുക്ക് ദുഃഖം വരുമ്പോൾ ചെന്നെത്തേണ്ട ഇടമോ അല്ല ക്ഷേത്രം. ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. പ്രാർത്ഥിക്കുമ്പോ ഒന്നും കിട്ടില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ സെന്ററുകളിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേത്രങ്ങളിൽ പോകണം, അല്ലെങ്കിൽ ഈ പള്ളികളിൽ പോകണം, മോസ്കുകളിൽ പോകണം. അവരുടെ രോഗത്തെ മാറ്റാൻ കഴിയുമോ? എത്രയോ കുഞ്ഞുകുട്ടികൾ ജീവന് വേണ്ടി പെടഞ്ഞ് കരയുന്നുണ്ട്. എത്രയോ രക്ഷിതാക്കൾ അവരുടെ ജീവന് വേണ്ടി യാചിക്കുന്നുണ്ട്. എത്രയോ പേര് ക്യാൻസർ ബാധിച്ച്, എത്രയോ രോഗങ്ങളിൽ ആക്സിഡന്റ് ആയിട്ട് ജീവന് വേണ്ടി മല്ലടിക്കുന്നുണ്ട്. ഇവരുടെ പ്രാർത്ഥനകൾക്ക് എന്തേ എവിടെയൊന്നും ഫലമില്ലാത്തത്? എത്ര പേര് നമ്മുടെ ഇവിടെ മണ്ണിടിഞ്ഞല്ലോ ഇത്തവണ. അത് തന്നെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ക്ഷേത്രത്തിൽ പോകേണ്ടതെന്നുള്ള ലളിതമായൊന്ന് പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും അത് പറയാനുള്ള ബാധ്യത ഇവിടുത്തെ ആചാര്യ സഭയ്ക്കുണ്ട്. അല്ല, അവർക്കില്ല, അവര് പറയുന്നില്ല. പക്ഷെ അങ്ങേക്കറിയാലോ. അതായത് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ജനങ്ങളെ പൂർണ്ണമായും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളും ആവലാതികളും എല്ലാം പരിഹരിക്കേണ്ട, നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഇടമാണ് ക്ഷേത്രമെന്നും. നമ്മൾ തലതല്ലി കരയേണ്ട ഇടമോ, നമ്മളുടെ ആവലാതികൾ വന്ന് നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ വന്ന് തൊഴേണ്ട ഇടമല്ല ക്ഷേത്രം. നമ്മൾ രോഗം വന്നു കഴിഞ്ഞിട്ട് ആയുർവേദത്തിൽ പോയി മരുന്ന് മേടിച്ച് അത് കുറയുന്നുണ്ടോ? എനിക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിത രീതിയാണ് ആയുർവേദം. ഒരു കാവലും കരുതലുമാണ് ആയുർവേദം. ജീവിത രീതിയാണ്. ഇതുപോലെ തന്നെ ഒരു ജീവിത രീതിയാണ് ക്ഷേത്ര സംവിധാനം. അതായത് ത്രിഗുണ വൈഭവമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ പഞ്ചഭൂതാത്മകമായിരിക്കുന്നതിൽ നിന്നാണ് ത്രിഗുണം ജനിക്കുന്നതെന്നറിയണം. അതായത് ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയ്ക്ക് കാരണമായിരിക്കുന്ന ത്രിഗുണ ശക്തികളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രവിധി പ്രകാരം ഒരു ദേശത്ത് പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്ന ചടങ്ങാണ്. ആ ഗർഭഗ്രഹത്തിൽ ജനിക്കുന്നത് ഋതുക്കളാണ്. ഋതുക്കൾ 6 വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്ന ആ ഋതുക്കളാണ് ഓരോ
ഗർഭഗ്രഹത്തിലും ജനിക്കുന്നത്. ആ ഋതുസംക്രമ പൂജകളാടുന്ന, ആ, ശരിക്കും പറഞ്ഞാൽ സന്തോഷ്. ആ ഷൺമുഖ ഭാവങ്ങളെ വിരിയിക്കുന്ന, ആരോഹണത്തിന്റെ അവരോഹണത്തിന്റെ അടിസ്ഥാനത്തിൽ സൂര്യന്റെ ദ്വാദശ ഭാവങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ആചരിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. സന്തോഷ് ആ സന്തോഷ് പറയുമ്പോ അത് സാധാരണക്കാർക്ക് മനസ്സിലാവണ്ടേ? ഇന്നിപ്പോ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഈ എന്നെപ്പോലുള്ള ഒത്തിരി പേരുടെ ആവശ്യം, എന്നെപ്പോലെയുള്ള ഒത്തിരി പേരുടെ ആവശ്യം ലളിതമായിട്ട് ഇതിന്റെ ദ്വാദശ ഭാവവും അല്ലെങ്കിൽ പഞ്ചഭൂത സിദ്ധാന്തവും ത്രികണ സിദ്ധാന്തവും ഒന്നും സാധാരണ വിശ്വാസികൾക്ക്, ഭക്തർക്ക് ഇതൊന്നും ബാധകമല്ല. അവരറിയുന്നില്ല. ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ബാധകമായിട്ട് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിനൊരു ഉത്തരം അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ഉത്തരം, അതായത് ഈ വേദഭാഷ്യം പെട്ടെന്ന് എല്ലാവർക്കും ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഏറ്റവും എളുപ്പത്തില് എന്തുകൊണ്ടാണ് ഈ ത്രികണ വൈഭവമായിരിക്കുന്ന ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഇത് ത്രികോണ വൈഭവത്താലാകുന്നു, ത്രിമൂർത്തി വൈഭവത്താലാകുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മശക്തിയാകുന്നു, മനസ്സെന്ന് പറയുന്നത് വൈഷ്ണവ ശക്തിയാകുന്നു, ശരീരശക്തിക്ക് കാരണം ശൈവശക്തിയാകുന്നു. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുമല്ലോ. അത് മനസ്സിലാവും. ബ്രഹ്മശക്തിയാണ് ഈ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്. അത് ജന്തുലോകമാണ്. ചരിക്കുന്ന ജീവലോകത്തെയാണ് പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്. അത് ജനിക്കുന്നത് ജീവാത്മ ചൈതന്യമായിരിക്കുന്ന സസ്യപ്രകൃതിയിൽ നിന്നാണ്. അചരമായി നിൽക്കുന്ന, ചലിക്കാതെ നിൽക്കുന്ന ഈ സസ്യലോകത്തിൽ നിന്നാണ്, ഈ വൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ ഹരിതലോകത്തിൽ നിന്നാണ് പരമാത്മ ചൈതന്യം ജനിക്കുന്നത്. എനിക്ക് മനസ്സിലാവുണ്ടോ? ജന്തുലോകം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാതൃലോകം എന്ന് പറഞ്ഞാൽ, ശ്രീജന ലോകം എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യമാണ്. അത് ചൈതന്യമാണ് സ്ത്രീകള്, ശക്തിയാണ് പുരുഷൻ. ഇത്രയും പിടികിട്ടിയോ? മനസ്സിലായി. പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ അങ്ങക്ക് മനസ്സിലാവും, ചരിക്കുന്നതാണ്, ഇവർക്കെല്ലാം തലകളുള്ളതാണ്, ഹെഡിന് പ്രാധാന്യമുള്ളതാണ്, ആത്മശക്തിയാൽ മുന്നോട്ട് പോകുന്നതാണ്. ഇവരുടെ എല്ലാം ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് തലയാണ്. ആത്മാവ് ശിരസിലാണ് ആത്മാവ് വസിക്കുന്നത്. അപ്പൊ അങ്ങനെയായിട്ടുള്ള സ്ത്രീജന ലോകം ശിരസോ മുഖമോ മറയ്ക്കുവാൻ പാടില്ല ക്ഷേത്രത്തിൽ പോകുമ്പോൾ. എന്തുകൊണ്ട്? കാരണം പരമാത്മ ചൈതന്യമാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയഗ്രാമമായിരിക്കുന്ന ഫേസ് അവിടെ മറയ്ക്കാത്തത്. കാരണം ഇവിടെ നമ്മള് ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ല സ്പർശം, നല്ല രസം, നല്ല ഗന്ധം, നല്ല ദൃശ്യം, നല്ല ശ്രവണം എന്നതിന് വേണ്ടിയിട്ടാണ്. പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഈ പഞ്ചഭൂത ഗുണം നമുക്ക് ലഭിക്കുന്നത്. അവിടെ നല്ല സ്പർശം, നല്ല രസം, നല്ല ഗന്ധം, നല്ല ദൃശ്യം, നല്ല ശ്രവണം എന്നിവ ആസ്വദിക്കണമെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയഗ്രാമമായിരിക്കുന്ന ഫേസ് മറയ്ക്കുവാൻ പാടില്ല. ഇത്ര മനസ്സിലായി? അത് മനസ്സിലായി. അപ്പോ ശിരസിന് അവിടെ പ്രാധാന്യം വന്നു. ഇനി ശൈവ നിലയമായിരിക്കുന്ന ഈ ക്ഷേത്രഭൂമിയിൽ, അതായത് ഒരു ക്ഷേത്രഭൂമിയെ ഈ പഞ്ചഭൂത ശുദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന സ്പർശം, രസം, ഗന്ധം, രൂപം, ശ്രവണം എന്ന് പറയുന്ന ആ പഞ്ചഭൂത ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ഗുണം അവിടെ കിട്ടുകയല്ല, അവിടെ മണ്ണിനെ മാധവമാക്കുകയാണ്, ജലത്തെ ജീവനമാക്കുകയാണ്, തീർത്ഥഭൂവാണത്. വായുവിനെ പ്രാണവമാക്കുകയാണ്, വൃക്ഷങ്ങളാൽ, പത്രികളാൽ അഗ്നിയെ ഔഷധമാക്കുകയാണ്, ആകാശത്തെ അലയമാക്കുകയാണ്. നിത്യം നടക്കുന്ന പൂജകളിലൂടെയാണ് സംഭവിക്കുന്നത്. അതെ, ആകാശത്തെ ആലയമാക്കുകയാണ്. ആകാശത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആനന്ദമാണ്. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയമായിട്ടുള്ള അവസ്ഥകൾ ആ ക്ഷേത്രഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നല്ല തീർത്ഥത്തെ ജനിപ്പിക്കുന്ന തീർത്ഥഭൂവാകുന്നത്, തീർത്ഥാടന കേന്ദ്രമാകുന്ന ഇടത്ത് നമ്മൾ ആ മണ്ണിൽ സ്പർശിക്കേണ്ടത് ശുദ്ധമായ നഗ്നമായ പാദങ്ങളിലൂടെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ വിഭൂതി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ആനന്ദം ലഭിക്കുന്നത്. നമുക്ക് ശരീരത്തിന്, ഗാത്രത്തിന് ബലം ലഭിക്കുന്നത്. നമ്മുടെ പാദബലം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ദേഹബലം. ഈ മണ്ണ് അങ്ങ് പറഞ്ഞോ മനസ്സിലായത്, ക്ഷേത്രത്തിന് സമമായി മറ്റൊന്നും ഈ ലോകത്തില്ല, ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ക്ഷേത്രം എവിടെയാണ്? അങ്ങൊന്ന് പറയൂ. ക്ഷേത്രഭൂമിയിലല്ലാതെ നഗ്നപാതരായിട്ട് ചവിട്ടാൻ പറ്റുന്ന, തൊട്ടു തൊഴാൻ പറ്റുന്ന ഒരു മണ്ണ് കാണിച്ചു തരും.
ശുദ്ധമായ സ്ഥലങ്ങളില്ല. ഒരു തീർത്ഥം തേൻ സമാനമാണ് തീർത്ഥം. ആ തീർത്ഥം എന്ന് പറഞ്ഞാൽ തേൻ സമാനമായിട്ടുള്ള തീർത്ഥം വേറെ എവിടെയെങ്കിലും കാണിച്ചു തരും? കിട്ടില്ല. ആ, ഒരു നല്ല തീർത്ഥത്തിന് വേണ്ടിയിട്ട് ഒരു ഖണ്ഡത്തെ, ഒരു പ്രദേശത്തെ പഞ്ചഭൂത ശുദ്ധിയിലൂടെ ദ്രവ്യകലശങ്ങളാടി ദ്രവ്യശുദ്ധി ആടുന്നിടം ക്ഷേത്രം. ഗണപതി ഹോമങ്ങളാൽ വായുവിനെ നവീകരിച്ച് ശുദ്ധീകരിച്ച് ആ അന്തരീക്ഷത്തെ ഏറ്റവും പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഇടത്താണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോ നമ്മളവിടെ ചെല്ലുമ്പോൾ സ്ത്രീജനങ്ങൾ ശിരസോ പാദമോ മറയ്ക്കുവാൻ പാടില്ല. നഗ്നപാതരായിരിക്കണം, ശുദ്ധപാതരായിരിക്കണം, ശിരസ് മറയ്ക്കാതെയും ചെല്ലണം. ഇത്ര മനസ്സിലായോ? അത് മനസ്സിലായി. അപ്പൊ അത് ആ ഇന്ദ്രിയ ഗുണങ്ങൾ അനുഭവിക്കണമെങ്കിൽ തലയിൽ തുണിയിട്ട് കയറിയാൽ അത് കിട്ടുമോ? തൊപ്പി വെച്ച് കയറിയാൽ കിട്ടുമോ? ഹെൽമെറ്റ് വെച്ച് കയറിയാൽ കിട്ടുമോ? അവിടുത്തെ എല്ലാ സദ്ഗുണങ്ങളും നമ്മളുടെ ഈ മനുഷ്യ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പരമാത്മ ചൈതന്യമായിരിക്കുന്ന ശ്രീജന ലോകത്തിന് ഈ ശിരസോ പാദമോ മറയ്ക്കുവാൻ പാടില്ല. ഓക്കെ അല്ലേ? അതെ. അപ്പൊ അത്ര ഓക്കെ ആണല്ലോ? അത് മനസ്സിലായി. ഇത്രയും ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ? തീർച്ചയായിട്ടും മനസ്സിലാവും. അങ്ങനെ കൃത്യമായി പറഞ്ഞു. ഇനി ജീവാത്മ ചൈതന്യമായിരിക്കുന്ന സസ്യലോകത്തിൽ നിന്നാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം ജനിക്കുന്നത്. ഈ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകമായിരിക്കുന്ന നമ്മുടെ മാതൃലോകത്തിന്റെ ഗർഭപാത്രത്തിൽ നിന്നിട്ടാണ് പുരുഷൻ ജനിക്കുന്നത്. പുരുഷൻ അറിവ് കൊണ്ട് ജീവാത്മ ശക്തിയാണ്. പരമാത്മ ചൈതന്യമായിരിക്കുന്ന മാതാവിൽ നിന്നും ഉയർകൊണ്ട ജീവാത്മ ശക്തിയാണ് അറിവുള്ള പുരുഷൻ. വൈഷ്ണവ അവതാരമാണ്, വൃക്ഷലോകത്തിന്റെ അവതാരമാണ്. അത്ര മനസ്സിലായോ? അത് മനസ്സിലായി. വൃക്ഷലോകമാണ് സർവ്വ ജീവലോകത്തിനും അവതാരത്തിന് കാരണമായിരിക്കുന്നത്. സർവ്വ ജീവലോകത്തിന്റെയും അവതാര കാരണം മഹാവൈഷ്ണവ ശക്തിയാകുന്നു, ഹരിയാകുന്നു, ഹരിതലോകമാകുന്നു. അത്രയും മനസ്സിലായോ? അതെ, ആ വൈഷ്ണവ ശക്തി